കടുത്ത സാമ്പത്തിക ഞെരുക്കം പുതിയ സർക്കാർ നട്ടം തിരിയും. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ നിരവധി വെല്ലുവിളികളാണ് കാത്തിരിക്കുന്നത്. ഒട്ടേറെ വാഗ്ദാനങ്ങളും അതിലേറെ പ്രതീക്ഷകളും നൽകിയെത്തുന്ന പുതിയ സർക്കാർ സാമ്പത്തിക ഞെരുക്കത്തിൽ നട്ടം തിരിയാൻ സാധ്യതയെന്ന റിപ്പോർട്ട്. ശമ്പള പരിഷ്കരണം, ക്ഷേമ പെൻഷൻ വർധന, DA ലീവ് സറണ്ടർ തുടങ്ങിയവയുടെ കുടിശ്ശിക, കിഫ്ബിയുടെ വായ്പാ തിരിച്ചടവ്, വർദ്ധിക്കുന്ന ധനക്കമ്മി, പുറമെ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നിയന്ത്രണവും കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കൽ എല്ലാം കൂടിയാകുമ്പോൾ ശരിക്കും വീർപ്പുമുട്ടും. ശമ്പള പരിഷ്കരണം നടപ്പാക്കിയതോടെ 25,000 കോടിയോളം രൂപയുടെ അധിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ തുടങ്ങിയത്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു. DA കുടിശ്ശികയായി മുൻകാല പ്രാബല്യമില്ലാതെ DA അനുവദിച്ചാണ് തടിതപ്പിയത്. കേന്ദ്ര സർക്കാർ സാമ്പത്തിക നിയന്ത്രണം കടുപ്പിച്ചതോടെ ഏത് നിമിഷവും ശമ്പളം മുടങ്ങുമെന്ന അവസ്ഥയിലൂടെയാണ് ഭരണം കടന്നുപോയത്. പ്രതിസന്ധി അതിരൂക്ഷമായതിനാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിൽ ഏകദേശം 2,700 കോടി രൂപ നൽകാതെയാണ് സർക്കാർ കാലാവധി പൂർത്തിയാക്കിയത്. കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചതിനാൽ സാമ്പത്തിക വർഷാവസാനം ഏകദേശം 7,000 കോടിയുടെ കുറവാണ് നേരിട്ടത്. 2025-2026 സാമ്പത്തിക വർഷത്തേക്കാൾ 2026-2027 ധനസ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്നാണ് CAG കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2025 മൊത്തം റവന്യൂ കമ്മി 28,227 കോടിയായിരുന്നു. 2026 നവംബർ ആയപ്പോൾ തന്നെ ഇത് 37,788 കോടിയായി. ഈ സാമ്പത്തിക വർഷം അവസാനം 42,000 കോടിയിലെത്താം. സർക്കാർ ജീവനക്കാർക്ക് 5 ഗഡു ക്ഷാമബത്ത നൽകാനുണ്ട്, അതായത് 13%. ഇത് നൽകാൻ ഇന്നത്തെ സ്ഥിതിയിൽ കഴിയില്ല. ശമ്പള പരിഷ്കരണത്തിന് 20,000 കോടിയിലേറെയും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക കൊടുക്കാൻ 10,000 കോടിയോളവും വേണ്ടിവരും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി 1.5 ലക്ഷത്തോളം കോടിയുടെ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. നിലവിൽ പ്രതിമാസം 3,200 കോടിയാണ് തിരിച്ചടവ്. ഇത് 3 ഇരട്ടിയാവും. നികുതി വരുമാനം 83,731 കോടിയായി വർദ്ധിച്ചെങ്കിലും ചെലവ് 2 ലക്ഷം കോടിയോളം എത്തി. കൂടുതൽ കടം എടുക്കേണ്ടി വരും. ഈ വർഷത്തെ കടമെടുപ്പ് പരിധി കേന്ദ്രം നിശ്ചയിച്ചിട്ടുണ്ട്. 4,700 കോടിയുടെ താൽക്കാലിക അനുമതിയാണ് നൽകിയത്. ധനകാര്യ കമ്മീഷൻ ശുപാർശയിലൂടെ ഡിവിസീവ് പൂൾ നികുതി വിഹിതം 10,000 കോടി വർദ്ധിച്ചതാണ് ഏക ആശ്വാസം. സംസ്ഥാനത്തിനുള്ള വിഹിതം 1.92% നിന്നും 2.38%. ശക്തമായ സാമ്പത്തിക അടിത്തറയിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കിയത്. അതിന്റെ നേട്ടം പുതിയ സർക്കാരിന് ഉണ്ടാകുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നത്. കേരളത്തിൽ മുന്നണി രാഷ്ട്രീയമേ കഴിയും. ഒറ്റയ്ക്ക് ഭരിക്കാൻ 50 വർഷമെടുക്കുമെന്ന് BJP. കേരളത്തിൽ മുന്നണി രാഷ്ട്രീയം കൊണ്ട് മാത്രമേ ജയിക്കാനും ഭരിക്കാനും കഴിയൂവെന്ന് BJP ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കുകയാണ്. ഒറ്റയ്ക്ക് കേരളം ഭരിക്കാൻ 50 വർഷമെടുക്കും. മുന്നണിയാണെങ്കിൽ അടുത്ത തവണ സാധിക്കാം. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന BJP ഉത്തരമേഖല തെരഞ്ഞെടുപ്പ് വിശകലന യോഗത്തിലാണ് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി VL സന്തോഷ് ഇങ്ങനെ പറഞ്ഞത്. നിലവിലെ ഘടക കക്ഷികളെ ചേർത്ത് നിർത്തിയേ മുന്നോട്ട് പോകാൻ കഴിയും. നേമം, കഴക്കൂട്ടം, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങൾ പോലും ചിലപ്പോൾ ഘടക കക്ഷികൾക്ക് നൽകേണ്ടി വരുമെന്നും സന്തോഷ് പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കൾ പദവി മോഹിക്കണമെന്നും അത് തുറന്നു പറയാൻ ആർജവം കാണിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. പദവി മോഹിക്കാത്ത നേതാക്കൾ കേരള BJPയുടെ പോരായ്മയാണെന്നും കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. മണ്ഡലം ഇൻചാർജുമാർ മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെ പങ്കെടുത്ത യോഗത്തിലായിരുന്നു പരാമർശം. മത്സരിക്കാൻ ആഗ്രഹിക്കുകയും സീറ്റ് ലഭിക്കാതിരിക്കുകയും ചെയ്ത നേതാക്കൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ ആവശ്യപ്പെട്ടു. പാർട്ടി വക്താവ് TP ജയചന്ദ്രൻ ആദ്യം എഴുന്നേറ്റു. പിന്നാലെ സംസ്ഥാന തലം മുതൽ മണ്ഡല തലം വരെയുള്ള 15ഓളം നേതാക്കൾ എഴുന്നേറ്റ് നിന്നു. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇത്തരം മോഹം ഉണ്ടാകണമെന്നും കേരളത്തിലെ നേതാക്കൾക്ക് അതില്ലെന്നും VL സന്തോഷ് പറഞ്ഞു. എന്നാൽ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ നിമിഷ നേരം കൊണ്ട് ആ സ്ഥാനാർത്ഥിക്കൊപ്പം പ്രവർത്തിക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. സീറ്റ് കിട്ടാത്തതിൽ വിഷമം ഉണ്ടായോ എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം. സീറ്റ് കിട്ടില്ലെന്ന് അറിയാമായിരുന്നു. ഇത്തരം അവഗണന പതിവായതുകൊണ്ട് ശീലമായി പോയി എന്നൊക്കെയാണ് പല നേതാക്കളും മറുപടി നൽകിയത്. നേരത്തെ നടന്ന ദക്ഷിണ മേഖല വിലയിരുത്തൽ യോഗത്തിലും ഇതേ ചോദ്യം ദേശീയ നേതാക്കൾ ഉന്നയിച്ചിരുന്നു. എത്ര ദിവസം കൊണ്ട് വിഷമം മറികടന്നു എന്നതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. 2 ദിവസം കൊണ്ടെന്ന് സീറ്റ് വിഭജനത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പരാതി നൽകിയ വനിതാ നേതാവ് പറഞ്ഞു. BDJS 2020 എന്നീ ഘടക കക്ഷികൾക്ക് സീറ്റ് നൽകിയത് വഴി പ്രവർത്തകർക്കുണ്ടായ വിഷമം പരിഹരിച്ചു എന്നായിരുന്നു അടുത്ത ചോദ്യം. 2 ദിവസം കൊണ്ട് പരിഹരിച്ചു, 2 ആഴ്ച കൊണ്ട് പരിഹരിച്ചു എന്നൊക്കെ മണ്ഡലം ഇൻചാർജുമാർ മറുപടി നൽകി. ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല എന്നായിരുന്നു കോതമംഗലം മണ്ഡലം ഇൻചാർജിന്റെ മറുപടി. അതായത്
കേരളത്തിലെ BJPക്കുള്ളിൽ ഇപ്പോഴും ചോദ്യങ്ങൾ നിരവധി ബാക്കിയാണ്. കേരളത്തിൽ തൂക്കുസഭയ്ക്കാണ് സാധ്യത. ഞെട്ടിക്കുന്ന പ്രവചനവുമായി ടുഡേയ്സ് ചാണക്യ. UDFന് നേരിയ മേൽക്കൈ, LDFും ഭരണത്തിലേറാം, BJPക്ക് മുന്നേറ്റം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോൾ പ്രവചനം. കേരളത്തിൽ തൂക്കുസഭയ്ക്ക് പോലും സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് പ്രവചനം. UDFും LDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ് ടുഡേയ്സ് ചാണക്യ പറയുന്നത്. പുറത്തുവന്ന കണക്കുകൾ പ്രകാരം UDFന് നേരിയ മുൻതൂക്കമുണ്ടെങ്കിലും LDFനും ഭരണത്തിലേറാം. UDF 60 മുതൽ 78 സീറ്റുകൾ വരെ നേടിയേക്കാമെന്ന് പ്രവചിക്കുമ്പോൾ LDF 55 മുതൽ 73 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൾ. ഇതിനൊപ്പം തന്നെ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്കും വലിയ നേട്ടമുണ്ടാകുമെന്നും പ്രവചനം ചൂണ്ടിക്കാണിക്കുന്നു. NDA 3 മുതൽ 11 സീറ്റുകൾ വരെ നേടി നിർണായക ശക്തിയാകുമെന്നാണ് ചാണക്യയുടെ പ്രവചനം. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ ഇക്കുറി തൂക്കുസഭയാകുമെന്നാണ് ചാണക്യയുടെ വിലയിരുത്തൽ. ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോളിൽ കേരളത്തിലെ സമുദായങ്ങളുടെ വോട്ട് വീതം ആർക്ക് അനുകൂലമെന്നും ചൂണ്ടിക്കാട്ടുന്നതാണ്. നായർ വോട്ടുകളിൽ BJPക്കാണ് വലിയ മുന്നേറ്റം കാണിക്കുന്നത്. BJPക്ക് 39% നായർ വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം. UDF 32%, LDF 28% വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. മുസ്ലിം വോട്ടുകൾ UDFിലേക്ക് ഒഴുകിയെന്നും സർവേ പറയുന്നു. 62% മുസ്ലിം വോട്ടുകളും UDFിന്റെ പെട്ടിയിലാണ് വീണതെന്നാണ് പ്രവചനം. LDFന് 33%, BJPക്ക് 4%മാണ് ലഭിക്കുക. ഈഴവ സമുദായത്തിന്റെ കാര്യത്തിലാകട്ടെ LDF മേൽക്കൈ തുടരുമെന്നും സർവേ പറയുന്നു. 47%-ഓളം ഈഴവ വോട്ടുകളും LDFനായിരിക്കും ലഭിക്കുക. 20% വോട്ടിലേക്ക് UDF ഒതുങ്ങുമ്പോൾ BJP 32%-ഓളം നേടുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. ക്രിസ്ത്യൻ വിഭാഗം ഇക്കുറിയും UDFന് അനുകൂലമാണ്. 53% വോട്ടും UDFനായിരിക്കുമെന്നാണ് പ്രവചനം. 34% LDFനും 11% BJPക്കും ലഭിക്കും. SC വിഭാഗത്തിൽ LDFന് 49%, UDFന് 31%, BJPക്ക് 18% വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം. മൊത്തം വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ UDF 40%, LDF 38%, NDA 20% നേടുമെന്നാണ് സൂചന. അസമിൽ BJP നേതൃത്വം നൽകുന്ന NDA സഖ്യം വലിയ വിജയം നേടുമെന്നാണ് ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനം. ആകെയുള്ള 126 സീറ്റുകളിൽ 93 മുതൽ 111 സീറ്റുകൾ വരെ നേടി NDA സഖ്യം അധികാരം നിലനിർത്തുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യം 14 മുതൽ 32 സീറ്റുകളിലേക്ക് ചുരുങ്ങാനാണ് സാധ്യത. NDA 50% വോട്ട് വിഹിതം നേടുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. കോൺഗ്രസിന് 38% വോട്ടുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മെയ് 4-നാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനം.